ഞാൻ കാണാറുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. നമ്മൾ വരുന്നപ്പം ചിലപ്പോൾ 3, 4, 5ഉം ഡയബറ്റിക് ബിപിക്ക് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടാവും. പക്ഷേ എന്നാലും അവരുടെ ബിപി കൺട്രോൾ ആയിരിക്കുകയില്ല. അത് ഇടയ്ക്ക് അത് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ബിക്കോസ് അതങ്ങനെയാണ്. ഒരു മരുന്നിലൊക്കെ കൺട്രോൾ കിട്ടുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അവർക്ക് പിന്നെ റീസണബിൾ കൺട്രോൾ ഉണ്ടാവും. പക്ഷേ 3ഓ 4ഓ മെഡിസിനിൽ ഒരാൾക്കും കൺട്രോൾ കിട്ടാറില്ല. അവരുടെ ഒരു ഇച്ചിരി ദേഷ്യം വരിക, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് വരിക, അല്ലെങ്കിൽ ഭക്ഷണം ഒന്ന് മാറ്റി കഴിക്കുക. ഇത് കഴിയുമ്പോഴേക്കും കാരണം എന്തുകൊണ്ട് ഈ ബിപി കൂടുന്നു എന്ന് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഓരോ മരുന്നുകൾ ട്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡോക്ടർമാർ ഓരോ മെഡിക്കൽ ഫാർമസ്യൂട്ടി ആ മരുന്നുണ്ടാക്കിയ കമ്പനി പറയുന്നതനുസരിച്ച് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അവർ ഒരു ലിസ്റ്റ് തരും. അത് വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ട്രയൽ ആൻഡ് എററിൽ നോക്കിയാണ് ഈ പല മരുന്നുകളും തരുന്നത്. ഒരാൾക്ക് ചിലത് പറ്റും, ചിലത് പറ്റുകയില്ല. എന്നാൽ ഇത് കിട്ടുന്നില്ലെങ്കിൽ അടുത്തത്, അല്ലെങ്കിൽ ഓരോന്ന് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒത്തിരി മരുന്നായി കഴിഞ്ഞാൽ ഒന്നിന് പകരം മറ്റൊന്നാക്കി അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.